അശ്വിൻസ് ലോട്ടസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അശ്വിൻ. അപ്പോഴേ രാത്രി 10 മണിക്കാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ സമയത്ത് വീഡിയോ എടുക്കാനൊരു പ്രത്യേക കാരണമുണ്ട്. അത് നമ്മുടെ ലോട്ടസ് കെയറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. അതും പിന്നെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോഴേ ഇത് നോക്കിയേ, എന്നെപ്പോലെ താമര വളർത്തുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ തലവേദനയാണ് ഇതേപോലുള്ള കീടങ്ങളുടെ പരാക്രമണം. കണ്ടില്ലേ, ഇലയൊക്കെ തിന്ന് വച്ചിരിക്കുന്നത്. അപ്പം ഈ രാത്രി സമയത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ഈ കലാസൃഷ്ടികളൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുന്ന ആരാണോ അവരെ ചിലപ്പോൾ കയ്യോടെ പൊക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഞാൻ 2-3 പേരെ പൊക്കിയിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നോക്കിക്കേ, ഇതേ ഇവരുടെ വികൃതികളാണ് കേട്ടോ ഈ താമരയുടെ ഇലയിൽ മുഴുവൻ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ രാത്രിയായ സമയത്ത് ഇവരൊക്കെ മെല്ലെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പം ഫ്ലാഷ് അടിച്ച് നോക്കിക്കഴിഞ്ഞാലേ ഇവരെ കയ്യോടെ പൊക്കാൻ പറ്റി. പകൽ സമയത്ത് ചിലപ്പോൾ നമ്മൾ എത്ര നോക്കിയാലും ഇവന്മാരെ കണ്ടുപിടിക്കാൻ വഴിയില്ല, കാരണം എവിടെയെങ്കിലുമൊക്കെ ഒളിഞ്ഞിരിക്കും. പക്ഷേ ഈ സമയത്താകുമ്പം കറക്റ്റ് ഇവന്മാർ ഇലയുടെ മുകളിലേക്ക് വരും. അപ്പോൾ നമുക്ക് കയ്യോടെ പൊക്കാൻ സാധിക്കും. അപ്പോൾ ഇവന്മാരെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവന്മാരെ തുരത്താൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ചിലപ്പോൾ ഞാൻ അത്ര വലിയ എന്താ പറയുക അത്ര വലിയ നന്മമരമൊന്നുമല്ല, ചിലപ്പോൾ ഇവരെ ഞാൻ കൊന്നുകളയും. അല്ലാന്നുണ്ടെങ്കിൽ കീടങ്ങളെ നിയന്ത്രിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാനിത് ചെയ്യുന്നത്. ചെറിയ ചെറിയ പ്രാണി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ തണ്ടിൽ ചെറുതായിട്ട് ഞാൻ ഈ ഹിറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പം ചെറിയ ആൾക്കാർ കമൻറ്റിൽ ഇനി പറയുമായിരിക്കും ഇത് എഫക്റ്റീവ് അല്ല, താമരയ്ക്ക് ദോഷമാണെന്ന്. പക്ഷേ ഒരു കാര്യം പറയാം, ഇത് വളരെ ചെറിയ രീതിയിൽ, ഇത് കംപ്ലീറ്റ്ലി ഈ താമര മുഴുവൻ അടിച്ച് വെക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഏത് തണ്ടിലാണോ ഇപ്പം പ്രാണി കാര്യങ്ങളുള്ളത് അവിടെ മാത്രം ചേർത്ത് അടിക്കുക. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ വെച്ചിരിക്കുന്ന പോട്ടിലെ മീനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം ഹിറ്റ് അവർക്ക് അത് നെഗറ്റീവായി ബാധിക്കാൻ ഇടയുണ്ട്. അപ്പം വളരെ നോക്കിയും കണ്ടും മാത്രം ഇത് യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരിക്കലും ഞാൻ ഹിറ്റ് പ്രയോഗം ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബട്ട് എനിക്ക് ഇത് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ചില ആൾക്കാർ ഇത് പറയും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പക്ഷെങ്കിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ചില ആൾക്കാർ മാജിക്കൊക്കെ വാങ്ങിച്ച് അടിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെങ്കിൽ അത് നല്ല രീതിയിൽ കെമിക്കൽ ആയതുകൊണ്ട്, ഇതും കെമിക്കലാണ് എല്ലാം ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് ഇൻസ്റ്റൻറ്റ് എഫക്റ്റാണ്. മറ്റേതാവുന്ന സമയത്ത് മാജിക് എന്ന് പറഞ്ഞ ലിക്വിഡ് വാങ്ങിച്ചിട്ട് നമ്മൾ എന്താ പറയുക വെള്ളത്തിലൊക്കെ ഡയലൂട്ട് ചെയ്തിട്ട് അതൊരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഇപ്പോൾ എന്നെപ്പോലെ കുറച്ച് മടിയന്മാരായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതുപോലുള്ളൊരു ഹിറ്റ് ഇത് നമുക്ക് എല്ലായിടത്തും, അതായത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ എന്താ പറയുക സാധാരണ ഗ്രോസറി സ്റ്റോഴ്സിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ആമസോണിലും കിട്ടാറുണ്ട്, ഫ്ലിപ്കാർട്ടിലും ഉണ്ട്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് കിട്ടുന്ന സാധനമല്ല. മറ്റേ മാജിക് ആകുന്ന സമയത്ത് ആ മാജിക് കീടനാശിനി നമുക്ക് നഴ്സറികളിലൂടെ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം ഞാനിപ്പം ഹിറ്റ് അടിച്ചിട്ടുള്ള ചില ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ നോക്കിക്കേ, ഇത് നിറയെ കണ്ടില്ലേ, ഈ തണ്ടിൽ കാണുന്നതൊക്കെ ഒരു ചെറിയ തരം പ്രാണിയാണ്. അതിന് ഇംഗ്ലീഷിൽ സാപ്പ് സക്കിങ് ബഗ് എന്ന് പറയും. മലയാളത്തിൽ എന്താ പേര് പറയുന്നത് എനിക്കറിയത്തില്ല. ഞാൻ യൂഷ്വലി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെയൊക്കെ കൈ കൊണ്ട് ഞെരിച്ച് കൊല്ലാറും. അതേപോലെ തന്നെ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ഹൈ സ്പീഡിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും, അപ്പോൾ തെറിച്ച് പോകും. പക്ഷെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കും. ഒരിക്കലും എനിക്ക് നോർമലി ഈ ഞെരിച്ച് കൊല്ലൽ മെത്തേഡിലൂടെ ഒന്നും എനിക്ക് ഇവരെ കൺട്രോൾ ചെയ്യാനേ പറ്റിയിട്ടില്ല. ഇതെങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യുന്നത് എനിക്കറിയില്ല. മേ ബി മുട്ടയിട്ട് പെരുകുന്നതായിരിക്കാം, കാരണം കണ്ടില്ലേ ഇത് മൊത്തം. അതുകൊണ്ട് ഇപ്പം ഞാൻ ഹിറ്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ അത് ഹിറ്റ് അടിക്കുന്നത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഒന്നുകൂടെ കാണിക്കാം. ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ടേ ജസ്റ്റ് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ മീന് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് സ്പ്രേ ചെയ്യാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മീന് കാര്യങ്ങളൊക്കെ ഉണ്ട്, സൂക്ഷിക്കണം, ചിലപ്പോൾ അതിന് ഇത് നെഗറ്റീവായി വരാം. കണ്ടില്ലേ, അടിച്ചതിന് ശേഷം എല്ലാം താഴേക്ക് വീണിട്ടുണ്ട്. സി, ഇതൊക്കെ ഈ കാണുന്ന ബഗ്സാണ്. ഞാൻ കുറച്ചുകൂടി സൂം ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, ഇതൊക്കെ ഈ പ്രാണികളാണ്. ഹിറ്റ് അടിച്ചതിന് ശേഷം എല്ലാത്തിൻ്റെ കാര്യം ഒരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഹിറ്റ് മെത്തേഡിലൂടെ എനിക്ക് അത്യാവശ്യം കീടങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം പകൽ എനിക്ക് ചിലപ്പോൾ ഇത് ഇത്ര നീറ്റായിട്ട് കാണിച്ചു തരാൻ പറ്റത്തില്ല. രാത്രി ഈ ഒരു സമയത്താകുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാൻ പറ്റും. അപ്പം മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നാച്ചുറലായിട്ടോ അല്ല ഓർഗാനിക്കായിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്തായാലും ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ്, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് നൈറ്റ്, ടാറ്റാ.